ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് കാലം. മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ഡിസംബർ രാവ് വീണ്ടും ഒരു ക്രിസ്മസ് ദിനത്തെ വരവേൽക്കുകയാണ്. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങിയ ദൈവപുത്രനെ വരവേൽക്കാനുള്ള സമയമാണിത്. മനുഷ്യ മനസ്സുകളിൽ ഉണ്ണിയേശുവിന് പിറക്കാൻ ഇടമൊരുക്കുന്ന മനോഹരമായ വേളയാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനത്തിന്, ഈ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് വിവാഹ നതാലിയ ഗ്രൂപ്പിന്റെ ടീമിന്റെ ക്രിസ്മസ് ആശംസകൾ ആദ്യമായി വിളക്ക് തെളിയിച്ച് ഈ നിമിഷത്തെ ധന്യമാക്കുന്നതിന് വേണ്ടി ഫാദറിനെ സാദരം ക്ഷണിച്ചു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് സ്തുതി. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനനം മുതൽ ഈ നിമിഷം വരെ വരാമായിരുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും ക്രിസ്മസിന് പറയാൻ കൂടിച്ചേരലുകളുടെ കഥ കൂടിയുണ്ട്. ഭക്ഷണങ്ങളുടെ മഹത്തായ ഭക്ഷണ സംസ്കാരത്തിന്റെ കഥ കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കഥകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇതൊരു റീയൂണിയന്റെ സമയമാണ്. അതിലേക്കായി നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യും. കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തില്ല, കാണുന്നുമില്ല. റീയൂണിയൻ ആണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. എന്തോ പറയാനാണെന്ന് പറ. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിട്ട് എവിടെ ഭയങ്കര ഡയറ്റിലല്ലേ. എന്റെ ഹസ്ബൻഡ് ഗൾഫിൽ ആയിട്ടുണ്ട്. കാണുന്നില്ലല്ലോ, നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്തോ സുനി ഇപ്പൊ ഈ ചട്ടം കൊണ്ടൊന്നും മാറിയില്ലേ? പണ്ട് എന്നെ കാണുമ്പോ ഇതുപോലെ. ഇപ്പൊ ഷീലക്ക് അറിയത്തില്ല, ഇപ്പോഴത്തെ ട്രെൻഡ് മാറിയില്ലേ? ഇപ്പോഴത്തെ കല്യാണ പെണ്ണുങ്ങൾ പോലും ഇതുപോലെ ഇതല്ലേ ഡ്രസ് ഇടുന്നത്. അതുകൊണ്ട് ഷീലയായിട്ട് ഒന്നിച്ചാണ് വന്നേ. പണ്ട് നീ നമ്മള് രണ്ടും ഒന്നിച്ചാണ്. ഓർമ്മയുണ്ടോ നമ്മള് ഗ്രൂപ്പിൽ പഠിക്കുന്നപ്പോ അവിടെ പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നല്ലോ, എന്തൊരു പേര്? അത് പറയാൻ പറഞ്ഞോ? ആ മിസ്സിന്റെ അടുത്ത് ഇതുപോലൊരു തിളങ്ങുന്ന മോനെ ഉണ്ടായിരുന്നു. Welcome to museum. Nice to meet you. Hush, hush. Vero, make a single line. Make a single line. Hands at back. Come with me. Follow me, follow me. Don't drag your shoe. Come. Don't touch it. എക്സ്പെൻസീവ് ആണ് ഇതൊക്കെ. ഇത് തൊടാതില്ല. ഇന്ന് കാണുമ്പോഴേ ഏതോ ഗ്രാമത്തിൽ നിന്ന് വന്നതാ. പറഞ്ഞിട്ടോണ്ട് വന്നതാ. ഞങ്ങള് വലിയ എന്ത് ചെയ്യാൻ സിറ്റിയിൽ നിന്ന് വരുവാ. ഓ കഥ കണ്ടാലും പറയും. അതെ, ഇതിന് എന്നോടൊപ്പം പഴക്കമുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും തൊടരുത്. ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. ക്രിസ്മസ് ആണ്, നമുക്കിത് ഡിസംബർ ആണ്. അപ്പൊ അന്ന് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം, ആഭരണങ്ങൾ, ഇതൊക്കെയാണ് ഞങ്ങളിവിടെ പൊതുദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നും തൊടരുത്.
ഇത് കാണുക. നിങ്ങൾക്ക് അപ്പുറത്തെ കൗണ്ടറിലായിട്ട് നല്ല രുചികരമായിട്ടുള്ള ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാം. പക്ഷെ ഇതിലൊന്നും തൊട്ട് നശിപ്പിക്കരുത്. നശിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പൈസ തരേണ്ടി വരും. എനിക്ക് കണ്ടെടുത്തോളം അത്രയും ഉള്ള റിച്ച് ഫാമിലി ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതെന്താ? ഇത് ചണമാണ്. നമ്മൾ ആദ്യകാലത്ത് ചണം വെച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ചണം മെറ്റീരിയൽ ആണിത്. ഈ മെറ്റീരിയൽ വെച്ചിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു ആദ്യകാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ജുബ്ബയാണ്. അതായത് പണ്ട് കാലത്തെ പുരുഷന്മാർ, ഇപ്പോഴത്തെ സ്ത്രീകൾ പലപ്പോഴും വീക്ക് കട്ട് വേണം ഞങ്ങൾക്ക്, ബ്ലൗസ് തയ്ക്കുമ്പോൾ വീക്ക് കട്ട്, എനിക്കത് അമ്മച്ചിയുടെ വീക്ക് കട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ആ വീക്ക് കട്ട് നമ്മൾ ഇന്ന് കൂടുതൽ ട്രെൻഡിലോട്ട് വരുന്നെങ്കിലും ആദ്യകാലത്ത് അങ്ങനെയുള്ള ജുബ്ബകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ജുബ്ബകളുടെ ഒരു ഇതാണ്, അതായത് ഒരു ഷോയാണ് ഞങ്ങൾ ഇത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ സഞ്ചിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്റെ അവതരണം കണ്ടിട്ട് തരണമെന്ന് തോന്നുവാണെങ്കിൽ ഈ സഞ്ചിയിലോട്ട് ഇട്ടാൽ മതി, ഞാനത് കൊണ്ടുപോകും. ഇത് ചട്ടയും മുണ്ടാണ്. അമ്മച്ചി ഇട്ടേക്കുന്നത് പോലെ ഒരു ചട്ടയും മുണ്ടിന്റെ ഉടുപ്പാണ് കേട്ടോ. അതുപോലെ അതെ, നമ്മളെന്നാലും ഇപ്പോഴും ട്രെൻഡ് അതാണല്ലോ. മ്യൂസിയത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അടി ഉണ്ടാക്കുന്നെങ്കിൽ കുറച്ചും കൂടെ മാറി നിന്ന് അടി ഉണ്ടാക്കി. എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് ഇറ്റലിയിൽ നിന്ന് വന്ന ഇറ്റലി അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നൊക്കെ വന്ന ഡ്രസ്സുകളാണ്. ഒന്ന് മാറി നിൽക്കും, ഇതൊക്കെ എക്സ്പെൻസീവ് ആണ്. ഡോണ്ട് ടച്ച്. കണ്ടോ? ഇനി നമുക്ക് ആഭരണങ്ങളിലേക്ക് പോകാം. ആഭരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്ത്രീകളാണ്. ആഭരണങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ത്വരയുണ്ട് അത് എടുക്കണമെന്ന്. ദയവ് ചെയ്ത് ഇതൊന്നും എടുത്തോണ്ട് പോകരുത് കേട്ടോ. ഇതെല്ലാം എണ്ണ ഉള്ളതാണ്. ഏതെങ്കിലും ഒന്ന് കളഞ്ഞു പോയാൽ തീർച്ചയായും പൊക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ത്രീകളാണ്. നമുക്കിത് കാണുമ്പോൾ എടുക്കണം. ഇതല്ല ഞാൻ പറഞ്ഞത്. എനിക്കറിയാം, എനിക്ക് നല്ലപോലെ പറയാൻ പറ്റും. ഇത് തള, ഇത് പാലക്കാമാല, ഇത് കാശിമാല, ഇത് ജപമാല. ബന്ദിങ്ങ എവിടെ? ബന്ദിങ്ങ എവിടെ? എവിടെ ബന്ദിങ്ങ? ബന്ദിങ്ങ എവിടെ? കളി എനിക്ക് എന്ത് പറ്റും? കുട്ടിക്ക് ഒന്നും പറ്റില്ല കേട്ടോ. ബന്ദിങ്ങ ഇവിടെ തന്നെ ഉണ്ട്. ഇതിനെ പിടിച്ചങ്ങോട്ട് ബാക്കിലോട്ടാക്കൂ. ഇതാണ് ബന്ദിങ്ങ കേട്ടോ. അത് എല്ലാം ശരിയാണോ ഇല്ലയോ, കൃത്യമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ഒന്ന് നോക്കിയിട്ട് എല്ലാരും ഉറങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ നമുക്ക് നടക്കത്തില്ല. ഉറങ്ങാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗെയിം കളിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം എന്താന്ന് വെച്ചാല്, നമ്മുടെ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ടീച്ചേഴ്സ് ആയാല് ഐസ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം, എപ്പോഴും എല്ലാരും ഒബ്സർവ് ചെയ്യണം അല്ലേ? അപ്പൊ അത് എത്രമാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ ഈ ഗെയിം കൊണ്ട് നമുക്ക് പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാർഡ് കിട്ടിയോ? കലണ്ടർ ഒക്കെ ഉള്ള കിട്ടിയ കാർഡില് ഒരു സ്റ്റാർ കാണും, റെഡ് കളറുള്ള സ്റ്റാർ കിട്ടിയവര് ലക്കി പീപ്പിൾ ആണ്. ഫ്രണ്ടിലോട്ട് പോവാ. ഒരു ലക്കി പേഴ്സൺ കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം എന്താന്ന് വെച്ചാല്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ പേര് ഞാൻ സീക്രട്ട് ആയിട്ട് പറയും. നിങ്ങൾക്ക് അവരുടെ ബോഡി ലാംഗ്വേജോ അവരെല്ലാം എപ്പോഴും പറയാറുള്ള സെന്റൻസ്, അവരുടെ മാനറിസംസ് എന്ത് വേണമെങ്കിലും കാണിക്കാം. അവർ പറയാറുള്ള ഡയലോഗ്സ് പറയാം. അവിടെ പേരൊഴിച്ച് ബാക്കി എന്തും പറഞ്ഞ് മറ്റുള്ളവരെയും കൊണ്ട് അത് പറയിക്കണം അത് ആരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജയിച്ചു. ഓക്കെ, അപ്പൊ റെഡിയാണോ? അപ്പൊ ആദ്യം മിസ്സാണോ?
എനിക്കറിയാം നമ്മളെല്ലാം മിടുക്കരാന്ന് അറിയാൻ, അതുകൊണ്ട് ഞാൻ 3 ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കാനായിട്ട് ഞാൻ ഫാദറിന് ഗെയിമൊക്കെ ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ഗെയിമും കൂടെ കളിച്ചാലോ? വളരെ സിമ്പിൾ ഗെയിമാ. എല്ലാവർക്കും കലണ്ടർ കിട്ടിയല്ലോ. കലണ്ടർ കിട്ടി ഒന്ന് തിരിച്ചു നോക്കിക്കേ. ഒരു ബ്ലൂ സ്റ്റാർ ആർക്കൊക്കെ ഒട്ടിച്ചേക്ക് നോക്കിക്കേ. ബ്ലൂ സ്റ്റാർ ഉണ്ടോ? ബ്ലൂ സ്റ്റാർ ഒട്ടിച്ചവര് വേഗം പറഞ്ഞേ. ബ്ലൂ സ്റ്റാർ ഒട്ടിച്ചവര് ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനി ആരും ഇല്ലേ? 3 പേരുണ്ടല്ലേ. വളരെ സിമ്പിൾ ഗെയിമാ. ഇവിടെ കുറച്ച് ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. ഈ ബിസ്ക്കറ്റ് എന്ത് ചെയ്യും? നമ്മുടെ നെറ്റിയിൽ വെച്ച് തരും. നിങ്ങൾ എന്ത് ചെയ്യണം? കൈ ഉപയോഗിക്കാൻ പാടില്ല. കൈ ഉപയോഗിക്കാതെ താഴോട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഇത്രയോ സിമ്പിൾ. വെച്ചല്ലേ? എന്തായാലും ശ്രീജ അവിടെ വരെ എത്തിച്ചല്ലേ, നമുക്ക് പ്രൈസ് കൊടുക്കാം. 3 മണിക്ക് തിരിച്ചെത്തണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് പോകാം. അതിന് മുമ്പ് കനകക്കുന്നിലൊന്ന് കയറി, അവിടെ നല്ല കരോൾഗാനം ഒക്കെ കേൾക്കുന്നുണ്ട്. അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് കണ്ടിട്ട് നമുക്ക് പോവാം. എന്താ? ഓടിവാ, പെട്ടെന്ന് പോവാം, പെട്ടെന്ന് പോകണം, പെട്ടെന്ന് ഇവിടെ പോയാലും കളിക്കുന്നു വെപ്രാളം. പിന്നെ നമ്മള് പഞ്ച്വാലിറ്റി ഉള്ളവരല്ലേ, പഞ്ചലായിരിക്കണം. ഓക്കെ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപാത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരായി വന്ദരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ താരകരാജകുമാരിയോടൊത്തുന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. കാലിത്തോഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ. Christmas is being celebrated. Means നമ്മളെല്ലാ ദിവസവും നമ്മൾ ജീവിതത്തിലെ ആഘോഷം എന്ന് പറയുന്നത് അത് ക്രിസ്മസ് ആകാം, വിഷു ആകാം, ഓണമാകാം, റംസാനാകാം. അങ്ങനെ ഓരോ ആഘോഷത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ മാരേജ് ആനിവേഴ്സറി ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റെല്ലാ ആഘോഷങ്ങളുടെയും പിന്നിലുള്ള ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്. എല്ലാ ആഘോഷങ്ങളുടെയും പിന്നിലുള്ളത് ഒരു ഹാപ്പിനെസ്സാണ്, ജോയിയാണ്. അപ്പോൾ ആ ജോയിയുടെ ഏറ്റവും ഉച്ചിതമായ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുക, അല്ലെങ്കിൽ ദൈവം മനുഷ്യനായിട്ട് നമ്മളുടെ കൂടെ വസിക്കുക, നമ്മിലേക്ക് വരിക, നമ്മളുണ്ട് എന്ന് ഉള്ള തിരിച്ചറിവാണ്. അത് നമ്മുടെ എല്ലാ ആഘോഷങ്ങളുടെയും കാമ്പായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ സന്ദേശമായിട്ട് എല്ലാവർക്കും നേരുന്നു. അങ്ങനെ നല്ല ദൈവം സാമീപ്യമുള്ള, ദൈവ സാന്നിധ്യമുള്ള
ദിവസങ്ങളായി തീരട്ടെ. ഈ വർഷത്തിൻ്റെ അവസാനം പുതുവർഷവും ക്രിസ്മസും എല്ലാം ആയിത്തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു.